നമ്മൾ നേരെ പോകുന്നത് നിയമസഭയിലാണ്. അവിടെ മന്ത്രി എം.ബി. രാജേഷ് സംസാരിക്കുന്നു. തത്സം തന്നെ ഇപ്പൊ 30 കോടി എന്നത് 75 കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു 6000 മുതൽ 10000 കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത്. ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും, കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ ഗവൺമെൻറ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ്, എത്തനോൾ എന്നിവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 23-24 മദ്യനയത്തിൻ്റെ ഖണ്ഡിക 24 വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ, അതുപോലെ തന്നെ ബ്രൂവറികൾ, എത്തനോൾ നിർമ്മാണ പ്ലാന്റ്, സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോൽപാദനം, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട്. സർ, മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. സർ, നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം. കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയമാറ്റമാണ്. ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു. ബഹുമാന്യരായിട്ടുള്ള 2 നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ്. ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്നത്. സർ, രണ്ടാമത്തെ കാര്യം, OSS കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി. ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ, സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോൾ, എന്താണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിൻ്റെ നയം